ആർട്ടിഫിഷ്യൽ നെയിൽസ് സെറ്റ് ആയിട്ടുണ്ട്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് PSC വ്ലോഗ്. ഈയിടെ എനിക്കൊരു പ്രോഗ്രാം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആർട്ടിഫിഷ്യൽ നെയിൽസ് ഒന്ന് സെറ്റ് ചെയ്താലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ഒന്ന് നോക്കി കേട്ടോ. നോക്കി കഴിഞ്ഞിട്ട് വില കണ്ടു കഴിഞ്ഞപ്പോൾ സത്യമായിട്ട് ഞാൻ അന്തം വിട്ടുപോയി. കാരണം നമ്മുടെ വൺ ടൈം യൂസിന് വേണ്ടിയിട്ട് 300, 200, 300 ആ ഒരു റേഞ്ചിലാണ് ആർട്ടിഫിഷ്യൽ നെയിൽസ് കിട്ടുന്നത്. ഇതാണെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റത്തുമില്ല. പിന്നെ ആകെ കിട്ടുന്നത് 24 നെയിൽസ് ആണ്, അതായത് 2 പെയറൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്തിനാ നമ്മൾ ഇത്രയും നമ്മുടെ കാശ് വേസ്റ്റ് ചെയ്യുന്നത്, നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ആർട്ടിഫിഷ്യൽ നെയിൽസ് സെറ്റ് ചെയ്താലോ. അങ്ങനെ സെറ്റ് ചെയ്തതാണ് ഇതായത് കേട്ടോ. കണ്ടോ, അപ്പൊ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ തന്നെയാണ് ഞാനിത് സെറ്റ് ചെയ്തെടുത്തത്. അപ്പൊ എങ്ങനെയാണ് ഈ ആർട്ടിഫിഷ്യൽ നെയിൽസ് നമ്മൾ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യണേന്ന് കണ്ടിട്ട് വരാം. എന്റെ നെയിൽ പോളിഷ് കളക്ഷൻ ആണ് ഈ കാണുന്നത്. അപ്പൊ പഴയതും പുതിയതായിട്ട് ഒത്തിരി നെയിൽ പോളിഷ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എത്ര കട്ട് ചെയ്യാലും നെയിൽ പോളിഷ് ഒന്നും കളയാറില്ല. എങ്ങനെയെങ്കിലും റീയൂസ് ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. ഇപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നെയിൽ പോളിഷ് ഉണ്ട്. അപ്പൊ ഞാൻ അതൊന്നൊരു നെയിൽ പോളിഷ് റിമൂവർ കൊണ്ട് റിമൂവ് ചെയ്ത് കൊടുക്കുവാണ്. കാരണം ഈ ആർട്ടിഫിഷ്യൽ നെയിൽസ് ഒട്ടിക്കുമ്പോൾ നമുക്ക് കയ്യിൽ വേറെ ഒന്നും ഇല്ലാതെ ക്ലീൻ ആക്കി തന്നെ എടുക്കണം. ഇപ്പൊ ആ നെയിൽസ് ഒക്കെ നല്ലതുപോലെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെലോ ടേപ്പ് ആണ് എടുക്കുന്നത്. സെലോ ടേപ്പ് ഒരു ചെറിയ സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ നെയിൽസിലേക്ക് ഒട്ടിച്ചങ്ങ് കൊടുക്കുക കേട്ടോ. ഒട്ടിച്ചതിന് ശേഷം ഒരു കത്രിക എടുത്തിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ ആവശ്യം ആ ഷേപ്പിൽ ഇങ്ങനെ വെട്ടി കൊടുക്കുക. ഒത്തിരി നീളം വെപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ കട്ട് ചെയ്ത് കിട്ടുന്ന സെലോ ടേപ്പിന്റെ പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ടേബിളിൽ തന്നെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പൊ നമുക്ക് ഡിസ്റ്റർബൻസ് ഒന്നും കൂടാതെ തന്നെ നമുക്ക് നെയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ആ നെയിൽസ് എല്ലാം ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം നമ്മളിപ്പോ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. ഞാനിപ്പോ ഇവിടെ എടുക്കാൻ വേണ്ടി പോകുന്നത് പിങ്ക് കളറും ടർക്കോയ്സ് കളറുമാണ്. അത് ഞാൻ മാറ്റി ഇടുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ ഈ ഒരു 2 കളേഴ്സ് അടിച്ചതിന് ശേഷം അതിന്റെ മുകളിലേക്ക് സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ നെയിൽ പോളിഷ് ഉണങ്ങുന്നതിന് മുൻപേ തന്നെ ഒട്ടിക്കുവാണെങ്കിൽ അതിന്റെ ആ ഒരു പശയെ തന്നെ അങ്ങനെ ഒട്ടിയിരുന്നുള്ളൂ. പിന്നെ ഞാൻ 3 ഡോട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗം കൊണ്ട് തന്നെയാണ് ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അത് ഉണങ്ങി കഴിയുമ്പോൾ മഴത്തുള്ളി പോലെ ഇരുന്നോളൂ കേട്ടോ. അപ്പൊ കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാകും. അപ്പൊ നമ്മുടെ നെയിൽസ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ നെയിൽസ് സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഫംഗ്ഷൻ ഒക്കെ പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ നെയിൽസ് ഒക്കെ നമ്മൾ ഊരി മാറ്റും അല്ലെ. അപ്പൊ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഊരി മാറ്റാൻ പറ്റും. അതിന്റെ അത്രയും പോലും സ്ട്രെയിൻ ചെയ്യേണ്ട ഒരാവശ്യമില്ല കേട്ടോ. അപ്പൊ നോക്കുക, അതാ ഇങ്ങനെ എടുക്കാം കേട്ടോ. എന്താ സൈഡിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫീൽ ചെയ്യണത് പോലെ ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ സെലോ ടേപ്പ് മാറ്റത്തില്ലേ, അത് തന്നെ കേട്ടോ പ്രോസസ്സ്. ഇങ്ങനെ ഊരി എടുക്കാം കേട്ടോ. നമുക്കിതാ കേട്ടോ, നമുക്കെല്ലാം ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഊരി മാറ്റാം കേട്ടോ. അതാ എത്ര ഉള്ളു, ജസ്റ്റ് ഒന്ന് വലിച്ചതാ ഇങ്ങനെ എടുക്കാം കേട്ടോ. അതെ കേട്ടോ. ആർട്ടിഫിഷ്യൽ നെയിൽസ് ഒക്കെ നമ്മൾ ഓൺലൈൻ സൈറ്റിലൊക്കെ സെർച്ച് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് വീട്ടിൽ സെലോ ടേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കാരണം നിങ്ങളുടെ തന്നെയല്ലേ കാശ്, അപ്പൊ കുറച്ചൊന്ന് സേവ് ചെയ്യാനും പറ്റും. അപ്പൊ എല്ലാരും കണ്ടല്ലോ എങ്ങനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ നെയിൽസ് ഉണ്ടാക്കിയത്. വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ സെലോ ടേപ്പും കത്രികയും പിന്നെ നമ്മുടെ കയ്യിലുള്ള നെയിൽ പോളിഷും പിന്നെ നമ്മുടെ കയ്യിലുള്ള ആക്സസറീസും മാത്രം യൂസ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ഫംഗ്ഷനൊക്കെ എന്തെങ്കിലും ട്രൈ ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒന്ന് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ചെയ്തിട്ട് പോകാൻ പാടുള്ളൂ. അപ്പൊ ഞാനത് ട്രൈ ചെയ്തതിന് ശേഷം ഞാൻ ഡ്രസ്സും കൂടി മാറി നോക്കി കേട്ടോ. ഇതെങ്ങാനും ഇളകിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ മാറി നോക്കി, മുടിയൊക്കെ ചെയ്ത് നോക്കിയിട്ടൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഇത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതായത് സ്റ്റിക്കി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി, നമ്മൾ നെയിൽ പോളിഷ് ഇട്ട ഉടനെ തന്നെ ഈ സ്റ്റോൺ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എന്നാലേ അത് അവിടെ ഇങ്ങനെ സ്റ്റിക്ക് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ സബ്ജക്റ്റ് ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.